ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള കുറേ പൊടിക്കൈകളുമായിട്ടാണ് കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അതിനായിട്ട് കുറേ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ബ്ലേഡിന് നല്ലതായിട്ട് മൂർച്ച കൂടുന്നതാണ്. നമ്മൾ ഒരു വീക്കിലി 1-2 ടൈംസ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബ്ലേഡിന് മൂർച്ച കൂടുന്നതാണ്. നമ്മൾ അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ഈ പൊടി ഉപയോഗിച്ച് നമ്മളുടെ ഈ മുട്ട നമ്മൾ പൊടിച്ചെടുത്ത പൊടി എടുത്തിട്ട് നമുക്ക് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പൊടിയാണിത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനായാലും ശരി ഔട്ട്ഡോർ പ്ലാന്റ്സിലാണെങ്കിലും ശരി നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റിനൊന്നും അധികം വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അല്ലേ. പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ മുട്ടയുടെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ്. ചെടി നല്ലതായിട്ട് വളരുന്നതാണ്. അതുപോലെ തന്നെ പൂവിടുന്ന റോസ, ജമന്തി അതുപോലുള്ള ഏത് ചെടിക്കാണെന്നുണ്ടെങ്കിലും ഇത് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റോസാ ചെടിക്കൊക്കെ നല്ല രീതിയിൽ പൂവിടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈ മുട്ട പൊടിച്ചെടുത്ത ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂവിടുന്നതാണ്. ഞാൻ അധികം വളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേങ്കിൽ ഈ മുട്ടത്തോടൊക്കെയാണ് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ പൂവിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പാൻറ്റിൻ്റെയൊക്കെ നാട പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു പോകാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒരു പേന എടുത്തിട്ട് അതിലേക്ക് അകത്തോട്ട് ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ആക്കി വെച്ച് അകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ നാട ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലേ നാട ഇടാറുള്ളത്. എന്നാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെന്നെടുക്കുക, അതിനകത്തോട്ട് ക്യാപ്പിനകത്തോട്ട് നമ്മളുടെ ഒരു നാടയുടെ ഭാഗം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ നാട ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നാട ഇടാനായിട്ട് പറ്റുന്നതാണ്. നമ്മളുടെ സ്കേർട്ടായാലും ശരി പാൻ്റ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അല്ലേ. പെട്ടെന്ന് ചിലപ്പോൾ ഇടാൻ നോക്കുമ്പോഴായിരിക്കും ഈ നാടയൊക്കെ അകത്തോട്ട് പോയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് പെട്ടെന്നൊരു പേന ഉണ്ടെങ്കിൽ നമുക്ക് ആ പേന ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ നാട ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ കുറച്ച് പ്രായമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, എളുപ്പം തന്നെ നമുക്ക് നാട ഇടാനായിട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമ്മളുടെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ് ഡോറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടാകും. അത് നമുക്കൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ചൂലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞാലൊന്നും ഈ നെറ്റ് ഡോറിൻ്റെ പൊടി പോകില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ആ പൊടി പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടി എപ്പോഴും ഈ നെറ്റ് ഡോർ എപ്പോഴും ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ഒരു ബ്രഷ് എടുക്കുക, ടൂത്ത് ബ്രഷ് എടുക്കുക, അത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലതായിട്ട് പൊടി ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നു തോന്നുന്നു. നല്ല രീതിയിൽ ഈ പൊടിയും അഴുക്കും എല്ലാം പോകുന്നതാണ്. നമുക്കിതെടുത്ത് കഴുകാനോ അല്ലെങ്കിൽ ചൂലുകൊണ്ടിട്ട് തട്ടാനോ ഒന്നും പറ്റില്ല. അങ്ങനെയൊന്നും ഇതിൻ്റെ ഈ പൊടി പോകില്ല. പക്ഷേങ്കിൽ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പൊടി കളയാനായിട്ട് പറ്റും. നല്ലൊരു റിസൾട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ പൊടിയെല്ലാം പോയിട്ടുണ്ട്. നല്ല നെറ്റ് ഡോറെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്.
അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാടിയൊക്കെ ഇങ്ങനെ എന്താണ് പുള്ളിപ്പാട് പിടിച്ചിട്ടുണ്ടാവും അല്ലേ, ഈ വാഷ് ബേസിൻ്റെ അടുത്തുള്ള കണ്ണാടിയിലാണ് മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അതിനെ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ന്യൂസ് പേപ്പർ എടുക്കുക, അത് നല്ല വെള്ളത്തിലൊന്ന് നനച്ചെടുക്കുക, നല്ല നനച്ചൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം കണ്ണാടി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ണാടി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര വൃത്തിയായിട്ട് വരാത്തത്. പക്ഷേങ്കിൽ ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വീഡിയോയും പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അമർത്തി നല്ല രീതിയിൽ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കണ്ണാടി നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിക്കവാറും കണ്ണാടിയെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പുള്ളിയൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ക്ലീൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ അറിയാൻ പറ്റും എത്രത്തോളം വൃത്തിയാണെന്നുള്ളത്. മേലെ ഞാൻ ക്ലീൻ ചെയ്യാത്ത ഭാഗമാണ്, താഴെ ക്ലീൻ ചെയ്ത ഭാഗമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ പൂത്തു പോകും. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും പൂത്തു പോകില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരുപാട് കാലം എൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചീത്തയാകാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ടതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് ബോക്സിനകത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചീത്തയാകാതെ ഇരിക്കും. ഈ ഉപ്പിട്ട് വെക്കുന്നത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർ ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മേടിച്ച് വെക്കുമല്ലോ, അവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് അരി കുറേ മേടിച്ചിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ കറുത്ത ഇങ്ങനെ കീട വരാറുണ്ട് അല്ലേ. അപ്പം കീട വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ, ഞാൻ അരിയിൽ 3-4 ഗ്രാമ്പൂ ഇടാറുണ്ട്. ഗ്രാമ്പൂ ഇട്ട് വെച്ചിട്ട് നമ്മളത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമ്മളുടെ അരി ചീത്തയാകാതെ ഇരിക്കുന്നതാണ്. പുഴുക്കളോ കീടകളോ ഒന്നും വരാതെ തന്നെ ഒരുപാട് കാലം ഇരിക്കുന്നതാണ് ഈ അരി. അപ്പം അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.